ശുഷ്കാന്തിയെ സംബന്ധിച്ച് പൗലോസിനെ പോലെ ഞാനും സഭയെ, പെന്തക്കോസ്ത് സഭയെ ഒരു ധ്യാനഗുരു എന്നുള്ള നിലയിൽ കേരളത്തിനകത്തും പുറത്തും റോമൻ കത്തോലിക്ക സഭയിലെ സന്യാസ സമൂഹമായ കപ്പുച്ചൻ സഭയിലെ ഒരു പുരോഹിതനായിരുന്നു ഞാൻ. 22 വർഷം ആ സഭയിലുണ്ടായിരുന്നു. അതിൽ 9 വർഷം കപ്പുച്ചൻ മിഷൻ ധ്യാനത്തിൻ്റെ ധ്യാനഗുരുവായി പ്രവർത്തിച്ചു. കഴിഞ്ഞ 2000-ൽ എൻ്റെ കർത്താവ് എന്നെ ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഒരു ധ്യാനഗുരു എന്നുള്ള നിലയിൽ പള്ളികളിൽ, രൂപതകളിൽ, ഇടവകളിൽ ധ്യാനിപ്പിക്കാൻ പോവുക പതിവാണ്. ഇപ്പോഴതിൻ്റെ സീസണാണ്. ഇതിപ്പോൾ ക്രിസ്മസ് സീസണാണല്ലോ. ചില പള്ളികളൊക്കെ ധ്യാനം നടക്കുകയാണ്. അങ്ങനെ ധ്യാനിപ്പിക്കാൻ പോകുന്ന സമയത്ത് 5-6 ദിവസത്തെ ധ്യാനമായിരിക്കും. അതിൽ ഒരു ദിവസം യേശുവിൻ്റെ അമ്മയ വിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള ക്ലാസ്സാണ്. അന്നാണ് പെന്തക്കോസ്തക്കാരെ കീറുന്ന ദിവസം. സ്തോത്രം. ഈ നെയ്യാറ്റിൻകര രൂപത തുടങ്ങിയപ്പോൾ, നെയ്യാറ്റിൻകരയല്ലേ ഇവിടെ അല്ലേ? ഈ രൂപത തുടങ്ങിയപ്പോൾ വിൻസെൻ്റ് സാമുവൽ ബിഷപ്പ് അന്ന് നെയ്യാറ്റിൻകര കത്തീഡ്രൽ പള്ളിയിൽ, ടൗൺ പള്ളിയിൽ 3 പ്രാവശ്യം ഞാൻ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. അന്ന് എന്നെ ധ്യാനിപ്പിക്കാൻ വിളിച്ചത് വിൻസെൻ്റ് അച്ഛനാണ്. അപ്പോൾ അച്ഛൻ എന്നെ ബിഷപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ബിഷപ്പ് എന്നോട് പറയണേ, ക്രിസ്പനച്ച, നമ്മളുടെ ഈ ഇടവകയിൽ ഈ പെന്തക്കോസ്തക്കാരുടെ ശല്യം ഭയങ്കരമാണ്. അതുകൊണ്ട് അച്ഛൻ വന്നൊന്ന് കൈകാര്യം ചെയ്യണം. അങ്ങനെ ഞാൻ കൈകാര്യം ചെയ്ത് അവസാനം കർത്താവ് എന്നെയും കൈകാര്യം ചെയ്തു. എൻ്റെ പൊന്നുമകനെ, കർത്താവിൻ്റെ സഭയെ നീ ഉപദ്രവിക്കാൻ പോകല്ലേ. സ്തോത്രം. നീയാ പോകത്തില്ല, പോകുന്നവരെങ്കിലും പോട്ടെ. സ്തോത്രം. കർത്താവിൻ്റെ സഭയെ ഉപദ്രവിച്ചാൽ അവൻ നിന്നെ തൊടും. ദൈവത്തിൻ്റെ മക്കളെ തൊടുന്നവന് കർത്താവ് തൊടും. അതിൻ്റെ സാക്ഷിയായി നിൽക്കുന്നത്. എന്നെ പോലെ കപ്പുച്ചൻ സഭയിൽ വേറൊരു അച്ഛനെ കൂടെ പറഞ്ഞിട്ട് മുന്നോട്ട് പോവാം. ജോസഫ് പുത്തമ്പുര, നിങ്ങൾ കേട്ടു കാണാതിരിക്കാം. കോമഡി അച്ഛൻ, ഇക്കിളിപ്പെടുത്തുന്ന അച്ഛൻ, വളിപ്പൻ അച്ഛൻ, ഇതൊക്കെ ഒത്തിരി ടൈറ്റിലൂടെയാണ് ജോസഫ് പുത്തമ്പുരെ അറിയുന്നത്. എൻ്റെ 2 വർഷം ജൂനിയറാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ്. ഈ കഴിഞ്ഞിടക്ക് ജോസഫ് പുത്തമ്പുരയ്ക്കൽ ദൈവമക്കളെ ഒന്ന് ഉപദ്രവിക്കാൻ ചെറുതായിട്ടൊന്ന് മാന്തി. ഞാൻ ജോസഫിനെ JCB വെച്ച് മാന്തി. അത് വൈറലായിട്ട് യൂട്യൂബിൽ കിടപ്പുണ്ട്. നിങ്ങളത് കയറി കാണണേ. സ്തോത്രം. ജോസഫ് മാന്തിയതേ ഉള്ളു. ഞാൻ ദൈവമക്കളെ പോകുന്ന സ്ഥലത്തെല്ലാം ഇവർ ഉപദ്രവിക്കുകയാണ്. ഈ വലിയ തുറ പള്ളിയിൽ, സ്തോത്രം, അവിടെ OLG നഗറുണ്ട്. വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു കുരിശടിയാണത്. അവിടെ 4 പ്രാവശ്യം ധ്യാനിപ്പിക്കാൻ പോയിട്ടുണ്ട്. 3 പ്രാവശ്യം ചെന്ന് 3 പ്രാവശ്യം ദൈവമക്കൾക്ക് പെന്തക്കോസ്തിനെതിരെ സംസാരിച്ചു. 4-ാം പ്രാവശ്യം ചെന്നപ്പം പ്രാർത്ഥന കഴിഞ്ഞ് തൊട്ടടുത്ത ആശ്രമം കിടക്കാനായിട്ട് പോയപ്പം 2 മീൻ പിടിക്കാൻ പോകുന്ന സഹോദരന്മാർ വന്നിട്ട് പറഞ്ഞ, അച്ഛാ 2 മിനിറ്റ് തരണേ, ഒന്ന് സംസാരിക്കണം. ഞാൻ മൃഗമോ എന്താ? കഴിഞ്ഞ 3 വർഷം വന്ന അച്ഛൻ ഞങ്ങളെ കീറി. പെന്തക്കോസ്തക്കാർ, അച്ഛൻ്റെ വാക്കിൽ പറഞ്ഞ പെന്തക്കോസ്തക്കാരെ കീറി. 4-ാം പ്രാവശ്യം വന്നു. ഇപ്പോഴും ഞങ്ങളെ കീറി. അച്ഛാ, ഇത് അച്ഛൻ്റെ ഒടുക്കത്തെ കീറലാണ്. അതന്നെ അച്ഛൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാം. അച്ഛനൊരു കറതീർന്ന പെന്തക്കോസ്ത് അച്ഛനാക്കും. അച്ചിട്ട പോലെ സംഭവിച്ചു. ഹല്ലേലൂയ. ഞാൻ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. പെന്തക്കോസ്തക്കാർ സംഘടിപ്പിക്കുന്ന പ്രാർത്ഥനയിൽ പോകരുത്. ഈ കറുത്ത പുസ്തകമായ ആര് വീട്ടിൽ വരുന്നോ അവനെ വീട്ടിൽ കയറ്റരുത്. അതായത് പാസ്റ്റർമാരെ വീട്ടിൽ കയറ്റരുതെന്ന്. അവരമ്മയില്ലാത്ത മക്കളാ. സ്തോത്രം. കർത്താവില്ലെങ്കിലും
റോമൻ കത്തോലിക്കാർക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ മാതാവിനിട്ട് വിട്ടൊരു കളിയില്ല മകനെ. ചോദിക്കുന്നത് ഇങ്ങനെയാ, അമ്മയില്ലാതെ മകനുണ്ടോ? എൻ്റെ പൊന്ന് സഹോദര സഹോദരിയെ, ഈ അമ്മയായ യേശുവിൻ്റെ അമ്മ മറിയം ജനിക്കുന്നതിന് മുമ്പ് ഈ പുത്രനുണ്ട്. അതറിയില്ലേ? ആ പുത്രൻ തന്നെ പറയുക, എബ്രഹാത്തിന് മുമ്പേ ഞാനുണ്ട്. സ്തോത്രം. എന്നാൽ ഒരു വ്യത്യാസം മനസ്സിലാക്കിക്കോണം. മനുഷ്യപുത്രനായ യേശുവിൻ്റെ അമ്മ വിശുദ്ധ മറിയം. ദൈവപുത്രനായ യേശുവിന് അമ്മയില്ല. ആ വ്യത്യാസം മനസ്സിലാക്കണം. സ്തോത്രം. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പോപ്പ് പറഞ്ഞത് യേശുവിൻ്റെ അമ്മ മറിയം സഹരക്ഷകയല്ല എന്ന് പറഞ്ഞത്. കാരണം ഞാൻ എൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കില്ല. സ്തോത്രം. അപ്പോൾ ആ ഒരു തീക്ഷ്ണതയിൽ, അന്നത്തെ ആ ഒരു തീക്ഷ്ണതയിൽ ഞാൻ പഠിപ്പിച്ചത് അമ്മയില്ലാത്ത മക്കള്. സ്തോത്രം. അങ്ങനെ പഠിപ്പിച്ച് വരുന്ന സമയത്താണ് കണ്ണൂർ ഭരണശ്ശേരി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ആശ്രമത്തിലായിരുന്നപ്പോൾ കണ്ണൂരിലെ രൂപതയിൽ പലയിടങ്ങളിലും ധ്യാനിപ്പിക്കാൻ പോകുന്ന സമയത്ത് ഈ ദൈവമക്കളെ ഉപദ്രവിച്ചു വരുന്ന വഴി അപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞങ്ങൾ ഒരുമിച്ച് കത്തോലിക്ക സഭയിൽ ആയിരുന്നപ്പോൾ ആലപ്പുഴ രൂപതയിലെ ഒരു പുരോഹിതനായിരുന്നു റാഫി. അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് ബൈബിൾ കൺവെൻഷനിലെ കൊയർ നടത്തിയിട്ടുണ്ട്. അന്ന് ഞാൻ ഗിറ്റാർ വായിക്കുമായിരുന്നു. അങ്ങനെ അച്ഛനുമായിട്ടുള്ള പരിചയം. പിന്നീട് അദ്ദേഹം പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് പോയി. എങ്കിലും ഞാൻ കണ്ണൂരായിരുന്നപ്പോൾ അച്ഛന് പുതിയ തെരുവിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള പഴയ പരിചയം ഒന്ന് പുതുക്കിയെടുക്കാൻ പോയതാ. അതായിരുന്നു എൻ്റെ ടേണിംഗ് പോയിന്റ്. കർത്താവ് യേശു ക്രിസ്തു നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നാ കണ്ടെന്നാൽ ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തു യേശുവിൽ അവിടെ നമ്മളെ തിരഞ്ഞെടുത്താണ്. ആ തിരഞ്ഞെടുപ്പ് വ്യക്തമായി മനസ്സിലാക്കി തരാൻ സ്തോത്രം ഈ അച്ഛനെ പോയി കണ്ടു. ഞാൻ പോയി കാണുമ്പോഴൊക്കെ ഇദ്ദേഹം ഈ ബൈബിളിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഇത് എന്നെ ഇങ്ങനെ നമ്മൾ ബൈബിൾ പഠിച്ചതല്ലേ? അദ്ദേഹം പറഞ്ഞോ, നമ്മൾ കരിസ്മാറ്റിക് ധ്യാനങ്ങളൊക്കെ നടത്തുമ്പോഴും ദൈവവചനത്തിൻ്റെ ആഴമൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. ഇന്ന് അച്ഛാ ഈ സത്യം എനിക്കറിയാം, ഈ സത്യം അച്ഛനും അറിയണം. മനുഷ്യൻ പഠിപ്പിക്കുന്ന സത്യമല്ല, ബൈബിളിലെ സത്യവും പാരമ്പര്യം പറയുന്ന സത്യവും രണ്ടും രണ്ടാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ ഈ ദൈവമക്കളെ ഉപദ്രവിക്കുന്ന പരിപാടി നിർത്തിയിട്ട് അച്ഛൻ സ്നാനപ്പെടണം. സ്തോത്രം. അപ്പം ഞാൻ ചോദിച്ചു, കുഞ്ഞായിരുന്നപ്പോൾ സ്നാനപ്പെട്ടല്ലേ അച്ഛൻ, ഇനിയൊരു സ്നാനത്തിൻ്റെ ആവശ്യമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, മർക്കോസ് 16:16 വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഈ തിരുവചന പ്രകാരം അല്ല നമ്മൾ സ്നാനപ്പെട്ടിരിക്കുന്നെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളുമല്ല, ക്രിസ്തുവുമായി യാതൊരു ബന്ധവുമില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞ കുറച്ച് സമയം പ്രാർത്ഥനയ്ക്ക് ചിലവഴിക്ക് കർത്താവ് സംസാരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദർശനത്തെക്കുറിച്ച് അന്ന് മനസ്സിലാക്കിയിരുന്നത് മനസ്സിൻ്റെ ഒരു വിഭ്രാന്തിയായിട്ടാണ്. കാരണം ഈ സൈക്കോളജി അതേപോലെ സാധനങ്ങളൊക്കെ ഉള്ളിൽ ഇതിൻ്റെ അകത്തിരുന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയല്ലേ, എല്ലാം ബുദ്ധി വഴിയുള്ള ചിന്തകളാണ്. അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം 1 മാസത്തെ പ്രാർത്ഥനയ്ക്കായി ഞാൻ ബാംഗ്ലൂർ ഈ അച്ഛൻ ചേർന്ന് നിന്ന ന്യൂ ലൈഫ് ഫെലോഷിപ്പ് സെൻറ്ററിൽ പോയി. പ്രാർത്ഥനയ്ക്ക് പോയി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്ന ദർശനം, യോർദാൻ നദിയിൽ സ്നാനപ്പെടുന്ന കർത്താവിനെയാണ് പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചു തന്നത്. അതോടുകൂടി എൻ്റെ മൂടുമടം അങ്ങ് നീങ്ങുകയാണ്. ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു, അച്ഛാ ഞാൻ കാണുന്ന ഇതാണ്, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൈവാത്മാവ് സംസാരിക്കുന്ന അച്ഛനൊരു തീരുമാനമെടുക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് ആശ്രമത്തിൽ വന്നു. ആശ്രമത്തിലായിരിക്കുമ്പോൾ തന്നെ ഈ ദൈവദാസൻ കണ്ണൂരിലുള്ള ഒരു കണ്ണുനീർ പുഴയിൽ, ചെളിവെള്ളത്തിലല്ല, കലക്കവെള്ളത്തിലല്ല, ഞാൻ അങ്ങനെയാണ് പഠിപ്പിച്ചത്. ബന്ധക്കോസ്തക്കാർ കലക്കവെള്ളത്തിലാണ് മുക്കിയെടുക്കണമെന്ന്. എന്നെ കർത്താവ് മുക്കിയത് കലക്കവെള്ളത്തിലല്ല, കലങ്ങാത്ത ശുദ്ധമായ കണ്ണീർ തടാകത്തിലാണ്.
ആ നദിയിലേക്ക് ഇറങ്ങുമ്പോൾ ഐസിലേക്ക് ഇറങ്ങുന്ന പോലെയായിരുന്നു. ഞാനന്ന് സ്നാനപ്പെടുന്ന സമയത്ത് ഞാൻ ഉപദ്രവിച്ച ദൈവമക്കൾ ഈ പുഴക്കരികിൽ സാക്ഷികളായിട്ടുണ്ടായിരുന്നു. അന്നൊരു ഫോട്ടോ കൂടി എടുത്തു. സ്നാനപ്പെട്ട് 1 മാസം ആശ്രമത്തിലുണ്ടായി. 2 കമ്മിറ്റ്മെൻറ്റ് തീർക്കാണ്ടായിരുന്നു. ഒന്ന്, ധ്യാനഗുരു എന്ന നിലയിൽ കണക്ക് കൊടുക്കാൻ പോയാൽ അവർ പറയും ഞാൻ പണം ഓടിച്ചിട്ട് പോയെന്ന് പറയും. എൻ്റെ കർത്താവിൻ്റെ നാമം ദുഷിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചില്ല. രണ്ടാമത്തെ കമ്മിറ്റ്മെൻറ്റ്, ഞാൻ ഏറ്റവും അവസാനമായിട്ട് ധ്യാനിപ്പിച്ചത് ചങ്ങനാശ്ശേരി രൂപതയിലെ 3000 കാറ്റക്കിസം സ്റ്റുഡൻസിനെയാണ്. ഈ പ്രോഗ്രാം തീരാൻ ഞാൻ കത്തീഡ്രൽ പള്ളിയിൽ വന്നു. ഒരു കാര്യം ഈ ദൈവദാസനിലൂടെ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചത്, ക്രിസ്തു മതത്തിലെ തെറ്റും ദൈവവചനത്തിലെ സത്യവുമാണ്. ക്രിസ്തു മതത്തിലെ തെറ്റെന്ന് പറയുന്നത് അപ്പൻ്റെ അപ്പൻ അപ്പൂപ്പൻ, അമ്മയുടെ അമ്മ, മുതുമുത്തശ്ശി എന്ത് പറഞ്ഞോ എന്ത് ചെയ്തോ അത് നമ്മെ ചെയ്യൂ. ഇപ്പോഴും അങ്ങനെയാണ്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഈ ചെയ്യുന്നതും പറയുന്നതുമൊക്കെ ശരിയാണോ തെറ്റോ എന്ന് ഇതിൻ്റെ അകത്തിൽ നോക്കണം. പക്ഷെ ഇതിൻ്റെ അകത്ത് നോക്കത്തില്ല. അതാണ് ക്രിസ്ത്യാനിയുടെ ഏറ്റവും അടിസ്ഥാന തെറ്റ്. ഒരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബൈബിളാണ്. ഈ ബൈബിൾ അനുസരിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോഴാണ് സത്യം എന്നെ സ്വതന്ത്രനാക്കിയത്. ഹല്ലേലൂയ. ആ അറിഞ്ഞ സത്യം പ്രഘോഷിക്കാനായി സ്തോത്രം ഞാൻ സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്ന് സ്തോത്രം ഞാൻ ധ്യാനം കഴിഞ്ഞു. ധ്യാനത്തിൻ്റെ ഇടയിൽ കത്തീഡ്രൽ പള്ളിയിലായിരുന്നപ്പോൾ ഡിസ്കുറു സജ്ജൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ക്രിസ്മനച്ചാ ഇടൂ, ഇവിടെ ഒരു മാഗസിനും കൊണ്ട് നമ്മുടെ ആശ്രമത്തിന് ചുറ്റുമുള്ള കത്തോലിക്കർ ഇവിടെ വന്ന് ഭയങ്കര ബഹളോടോ തന്നെ കൈ കിട്ടി അടിക്കുമെന്നും പറഞ്ഞു. അയ്യോ എന്താ ഒരു ഫോട്ടോ, എന്താ ഇവിടെ താനൊരു പുഴയിൽ ഇങ്ങനെ മുങ്ങിപ്പൊങ്ങുന്ന ഫോട്ടോ, ഇതെന്താ പരിപാടി? ഞാൻ പരമ രഹസ്യമായി വെച്ചത്, പരമ പരസ്യമായി ആ മാഗസിനിൽ അടിച്ചു വന്നത് ധ്യാനഗുരു സ്നാനപ്പെട്ടു. തീർന്നില്ലേ? നിങ്ങൾ പിശാചിനെ കണ്ടിട്ടുണ്ടോ? പിശാചിനെ കണ്ടിട്ടുണ്ടോ? ഈ 2025 തീരാൻ പോവുകയാണ്. അതിന് മുമ്പെങ്കിലും കാണണ്ടേ? പിശാചിനെ കാണാൻ സിമിത്തേരിയിലെങ്കിലും പോകണ്ട. ഇനി ഒരു പുതിയ പിശാച് വരുത്തിയില്ല. എല്ലാം കേൾക്കുന്ന ഈ ജനമേ, ഈ പിശാചെന്ന് പറയുന്നത് ഒരുമാതിരി കമ്പും പോലും വാലും ഒക്കെ വെച്ച് ഇങ്ങനെ ചാടി വരുന്നതല്ല, പച്ച മനുഷ്യൻ്റെ രൂപത്തിലാണ് വരുന്നത്. വീട്ടിലിരിക്കുന്ന ബൈബിൾ അനുസരിച്ച് മർക്കോസ് 16:16 പ്രകാരം ഒന്ന് സ്നാനം പെട്ട് നോക്ക്. അപ്പൻ്റെ രൂപത്തിൽ, അമ്മയുടെ രൂപത്തിൽ, പള്ളിയിൽ അച്ഛൻ്റെ രൂപത്തിൽ, കന്യാസ്ത്രീയുടെ രൂപത്തിൽ, അളിയൻ്റെ രൂപത്തിൽ, പെങ്ങളുടെ രൂപത്തിൽ ഉന്നന വിടമാട്ടെ എന്നും പറഞ്ഞൊരു വരവുണ്ട്. അതാണ് പിശാച്. രാത്രിക്ക് രാത്രി ഞാൻ ആശ്രമത്തിൽ വന്നു. ഞാൻ വന്ന വിവരം ജനം അറിഞ്ഞു. നേരം വെളുത്തപ്പോൾ ആശ്രമത്തിലെ ആൾക്കാർ വന്നു. എന്തൊരു അഭിഷേകമായിരുന്നെന്നറിയോ? ഞാൻ സ്നാനപ്പെട്ടു ജസ്റ്റ് വന്നതല്ലേ ഉള്ളൂ, എൻ്റെ മാമോദീസ കഴിഞ്ഞതേ ഉള്ളൂ. എനിക്കൊരു പുതിയ പേര് എന്താണെന്നറിയോ? നല്ല തെറി. അവരുടെ ദേഷ്യം കാണുമായിരുന്നു. കാരണം ഞാൻ ഇവരുടെ കൂടെയാണ് ബന്ധക്കോസക്കാരെ കീറിക്കൊണ്ടിരുന്നത്. ഇല്ല, അവർ തിരിഞ്ഞ് എന്നെ കീറാനായിട്ട്. സ്തോത്രം. എന്നെ തെറി പറയുമ്പോഴും ഈ തെറിയുടെ ഇടയിൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, കേൾക്കുന്നതെല്ലാം പഴയ തെറിയാ. ഒരു പുതിയതുമില്ല. സ്തോത്രം. സ്തോത്രം. അച്ചാന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് പച്ചത്തെറി. വീട്ടിലിരിക്കുന്ന എൻ്റെ അമ്മക്കും കിട്ടി 3-4 എണ്ണം. എൻ്റെ അമ്മയുടെ പേര് മേരി എന്നാണ്. ആ പേരിൻ്റെ മുൻപിലായിട്ട് വേറെ സ്തോത്ര. ചിലർ എന്നെ കേൾക്കുന്ന ചിലർ ഇത് പറഞ്ഞ് നല്ല PhD എടുത്തവരിപ്പോട്ട് നല്ല ഡോക്ടറേറ്റ്, തെറി വിളിക്കാൻ ഡോക്ടറേറ്റ് എടുത്ത്. പ്രത്യേകിച്ച് പെന്തക്കോസ് അനുഭവത്തിൽ നിന്ന് അച്ഛന്മാരെ തെറി വിളിക്കാനായിട്ട് അഭിഷേകത്തോടെ കൊട്ടേഷൻ ബേസിൽ കയറിയിരിക്കുന്ന ഒത്തിരി പേരുണ്ട്, എനിക്കറിയാം. എൻ്റെ പൊന്നു മോനെ, ഞാനേ തീയിൽ കുരുത്തതാ, വെയിലത്ത് ഞാൻ പാടത്തില്ല. എന്നെ വിളിച്ചത് ഈ പെന്തക്കോസ് അനുഭവത്തിൽ എന്നെ കൊണ്ടുവന്നത് ജീവനുള്ള ദൈവമാണ്.
ഹല്ലേലൂയ. എൻ്റെ കർത്താവാണ് എന്നെ അഭിഷേകം ചെയ്തത്, ഒരു മനുഷ്യനുമല്ല. ഹല്ലേലൂയ, സ്തോത്രം. ചിലർ പറയുന്നത് കത്തോലിക്ക സഭ വിട്ട് അയാൾ പെന്തക്കോസിൽ കയറിയെന്ന് അതിൻ്റെ അകത്ത് കയറിയിരുന്നുണ്ട് ദൈവമക്കളെ തെറി പറയുന്നു. അല്ല മക്കളെ, സ്തോത്രം. ഞാൻ പറയുന്നത് ഈ പുസ്തകത്തിലെ സത്യമാണ്. ഈ പുസ്തകത്തിലെ സത്യം വിളിച്ചു പറയാനാണ് മതപുരോഹിതനായിരുന്ന എന്നെ രാജകീയ പൗരോഹിത്യത്തിലേക്ക് ദൈവം ഉയർത്തിയത്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഈ ജനങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് വചനം പറയുന്നുണ്ട്. അതിൽ ഒരുത്തൻ എന്നോട് ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ അന്ന് പള്ളിയിൽ വന്നപ്പോൾ എന്തുകൊണ്ട് ഈ സത്യം ഞങ്ങളോട് പറഞ്ഞില്ല? എൻ്റെ കൂട്ട, അന്ന് എനിക്കിത് അറിയത്തില്ലായിരുന്നു. ബൈബിള് കയ്യിലുണ്ടെങ്കില്ല, പക്ഷേ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള സത്യം എനിക്കറിയില്ലായിരുന്നു. പരിശുദ്ധാത്മാദേവം ഈ സത്യം എന്നെ പഠിപ്പിച്ചു. ഞാൻ ചെയ്തത്, ഞാൻ അനുസരിച്ചത് ജീവനുള്ള ദൈവമായ മനുഷ്യപുത്രനായ യേശുവിൻ്റെ അമ്മയായ വിശുദ്ധ മറിയത്തിൻ്റെ കൽപ്പനയാണ്. എന്താണ് മറിയത്തിൻ്റെ കൽപ്പന? ഡു വാട്ട് എവർ ഹി സസ്. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവേൻ. സ്തോത്രം. എവിടെയാണ് കൽപ്പന? യോഹന്നാന്റെ സുവിശേഷത്തിലെ കാനായിലെ കല്യാണത്തിലാണ് യേശുവിൻ്റെ അമ്മയുടെ കൽപ്പന. പുത്രൻ ദൈവമാണെന്ന് യേശുവിൻ്റെ അമ്മയ്ക്കറിയാം. കല്യാണത്തിൽ ആവശ്യം വെള്ളമല്ല, വീഞ്ഞ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ, ഇല്ലാത്തതിനെ ഉള്ള പോലെ വിളിച്ചു വരുത്തുന്നവൻ, ആധിപത്യം തോളിലുള്ളവൻ, സമാധാന പ്രഭു, ഹല്ലേലൂയ, അത്ഭുതമന്ത്രി, വീരനാൻ ദൈവമാണ് കാനായിലെ കല്യാണത്തിൽ ഇരിക്കുന്നതെന്ന് യേശുവിൻ്റെ അമ്മയായ വിശുദ്ധ മറിയത്തിനറിയാം. ആ അമ്മ ദേശത്തോട് പറയുകയാണ്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ, അനുസരിച്ചാൽ വിടുതൽ, അനുഗ്രഹം, നിന്റെ ശാപവും ദോഷവും മാറാൻ യേശു ആകുന്ന ദൈവം മാത്രം മതി. ഹല്ലേലൂയ. ആ ഒരു സത്യമാണ് യേശുവിൻ്റെ അമ്മ ലോകത്തിന് കാട്ടിക്കൂട്ടിയത്, കാണിച്ചു കൊടുത്തത്. യേശുവിൻ്റെ അമ്മ ഇങ്ങനെ ചൂണ്ടിയത്, പുത്രനിലേക്കാ ചൂണ്ടിയത്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ജനം കണ്ടത് ഈ കയ്യ, പുത്രനെ കണ്ടില്ല, ഇപ്പോഴും കണ്ടിട്ടില്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ അമ്മ പറഞ്ഞതാ ഞാൻ അനുസരിച്ചത്. സ്തോത്രം. ഞാൻ അമ്മയുള്ളവനാ. സ്തോത്രം. യേശുവിൻ്റെ അമ്മ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്. അവൾ കൃപ ലഭിച്ചവളാണ്. അതേ കൃപ തന്നെ, അതേ തിരഞ്ഞെടുപ്പ് തന്നെ ദൈവം എനിക്ക് തന്നത് കൊണ്ടാണ് ഇന്നും ഈ ജീവനുള്ള പുസ്തകവുമായി ഞാൻ ഈ ദേശത്തിന്റെ നടുവിൽ നിൽക്കുന്ന കൃപ ലഭിച്ച മക്കൾ ഒന്ന് കരങ്ങളടിച്ച് എൻ്റെ കർത്താവിനൊന്ന് മഹത്വം കൊടുത്ത്, ആര് ഈ പുസ്തകത്തിന് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നോ അവനെയും അവന്റെ കുടുംബത്തെയും ദൈവം മാനിച്ചിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ പൗലോസിനെ പോലെ സകലതും ചപ്പും ചവറുമായി എണ്ണി ഞാൻ നേരെ ചെല്ലുന്നത് എൻ്റെ വീട്ടിലേക്കാണ്. ഇനിയാണ് കുരിശി. കുരിശിനെ കുറിച്ച് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. വലിയ ആഴ്ചയിൽ ഏതെങ്കിലും പള്ളിയിൽ ഞാൻ ധ്യാനിപ്പിക്കുന്ന സമയമാണെങ്കിൽ ആ ദുഃഖവെള്ളിയാഴ്ചത്തെ കുരിശിൻ്റെ വഴി നടത്തുന്നത് ധ്യാനഗുരുവായിരിക്കും. പള്ളിയിൽ വലിയൊരു മരക്കുരിശുണ്ട്, ചെറിയ കുരിശല്ല, വലിയൊരു മരക്കുരിശ്. ആ കുരിശു എടുത്തുകൊണ്ട് പ്രദക്ഷിണത്തിൻ്റെ മുമ്പിൽ ഞാനുണ്ടായിരിക്കും. എന്നാൽ കർത്താവ് പറഞ്ഞ കുരിശ് മരക്കുരിശല്ല. ഈ പുസ്തകത്തിന് വേണ്ടി ഹൃദയം കൊടുക്കുമ്പോൾ ഒരു നിന്ദയുണ്ട്, ഒരു പീഡനമുണ്ട്. സുവിശേഷത്തെ പ്രതി ഒരു പീഡനമുണ്ട്. എൻ്റെ നാമത്തെ പ്രതി അവർ ഇല്ലാമ ജനങ്ങൾ പറയും, നിന്ദിക്കും. സ്തോത്രം. അത് വരുമ്പോൾ അത് സ്വീകരിക്കണമെങ്കിൽ, സ്തോത്രം, ഈ ജീവനുള്ള ദൈവം നിന്റെ ഹൃദയത്തിൽ നിറഞ്ഞുണ്ടായിരിക്കണം, അഭിഷേകത്തോടെ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഈ കുരിശ് വിട്ട് ഓടിക്കളയും. സ്തോത്രം. ഹല്ലേലൂയ. മരണമാണ് കുരിശെന്ന് പറയുന്നത്. എൻ്റെ വീട്ടുകാരെന്നെ 12 മക്കളാ. ഞാൻ ഈ പെന്തക്കോസ്തിൽ അനുഭവത്തിൽ വന്നത് എൻ്റെ കുടുംബക്കാരെ അറിഞ്ഞില്ല, ഞാൻ അറിയിച്ചില്ല. അവരെന്നേക്കാൾ വിരോധികളാണ് പെന്തക്കോസ്തിന്. ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ സകലത് ഉപേക്ഷിച്ച് വീട്ടിൽ പോയി ഒരു ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സ് അച്ഛന്മാരും കന്യാസ്ത്രീകളും എൻ്റെ വീട്ടിൽ വന്ന് എന്നെ തിരികെ കൊണ്ടുപോകാനായിട്ട്. അച്ഛന്മാരും വന്ന സന്തോഷത്തിൽ എല്ലാവരും ഇങ്ങനെ ഒരു കമ്മിറ്റി കൂടി ഇതേപോലെ ഒരു കമ്മിറ്റിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛന്മാർ പറഞ്ഞ്, ഞങ്ങൾ വന്നതാ ക്രിസ്മസിന് ഒരു കാര്യം പറയണം. ദയവായി അച്ഛൻ കത്തോലിക്ക സഭ വിട്ടു പോകരുത്. അച്ഛൻ സ്നാനപ്പെട്ടെന്നോ പെന്തക്കോസ്തിൽ ചേരാൻ പോകണമെന്നോ ഒക്കെ കേട്ട് അച്ഛൻ ദയവായി തിരിച്ചു വരണം. അച്ഛന്മാർ ഈ സദ് വാർത്ത അറിയിക്കുമ്പോൾ
ഞാൻ അച്ഛന്മാരെല്ലാം നോക്കിയത്, ചിരിച്ചുകൊണ്ടിരുന്ന എൻ്റെ കുടുംബക്കാരെയാണ്. അവരുടെ ഫേസ് അങ്ങ് മാറി, കാട്ടിലെ മൃഗങ്ങളുടെ ഷേപ്പായി. എന്നെ കടിച്ച് കയറി തിന്നാനുള്ള ദേഷ്യം. ഞാൻ പറഞ്ഞു, ഞാൻ വരാം, കത്തോലിക്ക സഭയിലെ റോമൻ കത്തോലിക്ക സഭയിലേക്ക് ഞാൻ തിരിച്ചു വരാം. പക്ഷെ ഒരു കണ്ടീഷൻ, ഇനി വന്നാൽ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന വചനമായിരിക്കില്ല ഞാൻ പഠിപ്പിക്കുന്നു പോകുന്നത്. പരിശുദ്ധാത്മാവ് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്ന തിരുവചന സത്യം ഞാൻ പച്ചയായി ദേശത്തോട് വിളിച്ചു പറയും. നിങ്ങൾക്കതിന് സമ്മതമാണോ എന്ന് അച്ഛന്മാരോട് ചോദിച്ചപ്പം അച്ഛന്മാർ പറഞ്ഞെന്താണെന്ന് അറിയാം, എന്നാ ക്രിസ്മനച്ഛൻ വരണ്ട. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടോ, അച്ഛൻ അതിൻ്റെ അകത്തിരുന്ന് ഈ സത്യം വിളിച്ചു പറഞ്ഞോടെ? ഒരു ദിവസമൊക്കെ പറയാം, രണ്ടാമത്തെ ദിവസം നിന്നെയും കെട്ടും നിന്റെ വായം കെട്ടും, നിന്നെ കെട്ടി ഏതെങ്കിലും ആന കയറാ മൂലയെ കൊണ്ട് തട്ടും. അത്ര ഈസിയല്ല സഹോദരങ്ങളെ. റോമൻ കത്തോലിക്ക സഭയിൽ ഇരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവ് എഴുതി തന്ന ഈ തിരുവചന സത്യം പച്ചയായി വിളിച്ചു പറയാൻ. റോമൻ കത്തോലിക്ക സഭയ്ക്ക് സഭയുടേതായ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൽ നിന്ന് വേണം വചനപ്രഘോഷണം നടത്താൻ. സ്തോത്രം. ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തു മാത്രമേ ഉള്ളെന്നാണ് ഈ പുസ്തകം. പക്ഷേ റോമൻ കത്തോലിക്ക സഭയ്ക്ക് യേശു ക്രിസ്തു മാത്രമല്ല, വേറെ ഒത്തിരി ക്രിസ്തുക്കളുമുണ്ട്, ഒത്തിരി മധ്യസ്ഥന്മാരുമുണ്ട്. അവരുമൊക്കെ വേണം. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിൻ്റെ അമ്മ പറഞ്ഞത്, മക്കളെ ഓടി എൻ്റെ അടുത്ത് വാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരയുകയാണ് എന്നല്ല. കൊന്ത യേശുവിൻ്റെ അമ്മയുടേതല്ല. കൊന്ത എന്ന് പറയുന്ന ആ രുദ്രാക്ഷമാല വിജാതീയ മാർഗത്തിൽ നിന്ന് കടമെടുത്തതാണ്. യേശുവിൻ്റെ അമ്മയും അപ്പോസ്തലന്മാരും ചൊല്ലിയിരുന്നത് ഈ പുസ്തകത്തിലെ 150 സങ്കീർത്തനങ്ങളാണ്. അത് വായിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. അച്ഛന്മാർ കണ്ണീരോടെ പോയി. പക്ഷെ എൻ്റെ കുടുംബക്കാരെന്നെ വിട്ടില്ല. അവരെന്നോട് പറഞ്ഞോ, ഞങ്ങൾ നാണം കെടുത്തരുത്, ഞങ്ങൾക്ക് ഇറങ്ങി പുറത്ത് നടക്കണം, തിരികെ പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞോ, ഞാൻ വന്നത് തിരികെ പോകാനല്ല, ഞാൻ വന്നത് കർത്താവിൻ്റെ വേലയ്ക്ക് പോകാനാണ്. ഹല്ലേലൂയ. എൻ്റെ ഒരു ചേട്ടായി കാനഡയിലുണ്ടായിരുന്നു. 35 വർഷത്തോളം അദ്ദേഹം അവിടെയായിരുന്നു. കഴിഞ്ഞ ഒരു 3 വർഷത്തിന് മുമ്പ് അദ്ദേഹം അറ്റാക്ക് വന്ന് മരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞു, അന്ന് ഹോളിഡേയ്സിന് വീട്ടിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്നെ പ്രതിയെങ്കിലും തിരിച്ചു പോകും. ഞാൻ പറഞ്ഞോ, അടുത്ത പ്രലോഭനം വന്നതാ. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ലെങ്കിൽ എൻ്റെ കൂടെ കാനഡയ്ക്ക് വാ, അവിടെ ബിഷപ്പുമായിട്ട് സംസാരിച്ച് അവിടെ ഏതെങ്കിലും പള്ളിയിൽ തുടരാമല്ലോ. ഞാൻ പറഞ്ഞു, കാനഡയേക്കാൾ മനോഹരമായ ഒരു രാജ്യത്ത് പോകാൻ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു, ഇനി എനിക്ക് ഒരു രാജ്യത്തും പോകണ്ട. അപ്പോൾ അവർ ചോദിക്കാൻ, കാനഡയേക്കാൾ മനോഹരമായ രാജ്യം ഏതാ? ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ രാജ്യം. അല്ലേ, പോകത്തില്ലേ? നോ, ഞാൻ അവിടെ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, ഞാൻ അവിടെ പോയാൽ ഞാൻ സമ്പാദിക്കുന്ന പണത്തിൻ്റെ പകുതി നിങ്ങൾക്ക് കിട്ടുമെന്നറിയാം. എനിക്ക് വേണ്ടതാ പണമല്ല, എനിക്ക് വേണ്ടത് ആത്മാക്കളെയാണ്. അത് പറഞ്ഞോടുകൂടി രക്തബന്ധം മുറിഞ്ഞു. അച്ഛാന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് ഒരു ചേട്ടായി എന്നെ വിളിച്ചത്, ഇറങ്ങണ പട്ടി ഞങ്ങളുടെ വീട്ടിൽ നിന്ന്. എൻ്റെ ഹൃദയത്തിൽ ഇടിപെട്ട് ഇറങ്ങുന്ന പോലെയായി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത്രയും ഭയത്തോടെ ബഹുമാനത്തോടെ എൻ്റെ മുമ്പിൽ നിന്ന് സഹോദരങ്ങളുടെ കളറങ്ങ് മാറി. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് ഇതെല്ലാം സഹിക്കാനുള്ള ശക്തി നീ എനിക്ക് തരണം. എൻ്റെ അമ്മ പറഞ്ഞത്, നിന്നെ ഞാൻ പ്രസവിച്ചിട്ടില്ല, നീ എൻ്റെ മകനുമല്ല. അമ്മ മറന്നാലും അപ്പം മറന്നാലും മാറോട് ചേർത്ത് അണയ്ക്കുന്ന ഒരു ജീവനുള്ള ദൈവമുണ്ട്. ആ ദൈവമാണ് വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. ആ വിളി കിട്ടിയ മക്കളൊന്ന് കരങ്ങളടിച്ചെൻ്റെ കർത്താവിനെന്ന് മകത്വം കൊടുത്ത് ഒരു കുടുംബത്തെയും ഒരു അമ്മയും ഒരു അപ്പനെയും ഭയപ്പെടേണ്ട, സഹോദരങ്ങളെ ഭയപ്പെടേണ്ട. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ അന്ത്യത്തോളം നിന്റെ കൂടെ ഇരിക്കും. ആരെല്ലാം ഉപേക്ഷിച്ചാലും അവൻ നിന്നെ തള്ളുകയില്ല. ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം. ഞാൻ ആ അവസ്ഥയിലിരിക്കുമ്പോൾ ആരും എന്നോട് മിണ്ടത്തില്ല. സ്തോത്രം. എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാഞ്ഞത്, ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ തമാശയുടെ ഉസ്താദാണ്. ചിരിപ്പിച്ച് എല്ലാത്തിനെയും ശരിയാക്കും. എൻ്റെ തമാശ കേൾക്കാൻ തന്നെ എൻ്റെ സഹോദരങ്ങൾ കൂടി വരും. പക്ഷേ എന്നെ വളരെ വെറുപ്പോടെ ഒരു നികൃഷ്ട ജീവിയായിട്ട് അവരെന്നെ കണ്ടത്. മിണ്ടത്തില്ല.
എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന ഒരവസ്ഥയായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കത്. കർത്താവിനെ പ്രാർത്ഥിച്ചു, കർത്താവ് എന്നെക്കൊണ്ട് പറ്റില്ല, നീ എന്നെ സഹായിക്കണം. അങ്ങനെ എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് കർത്താവ് അയച്ച 2 ദൂതന്മാരാണ്. റോമൻ കത്തോലിക്കയിലെ പുരോഹിതന്മാരായിരുന്നു അവർ. അതിലൊരു ദൈവദാസൻ ഏണസ്റ്റ് അച്ഛൻ. പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്ന് അച്ഛൻ മുഖാന്തരം മറ്റൊരു മാർഷലും ജെ മൊറായിസ് അച്ഛനെ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹം പെന്തക്കോസ്ത് വിരോധിയായിരുന്നു. അദ്ദേഹത്തെയും കർത്താവ് പിടിച്ചു. അങ്ങനെ അന്ന് മാർഷൽ അച്ഛൻ തിരുവല്ല കുറ്റപ്പുഴയിൽ അച്ഛനെ പോയി പരിചയപ്പെട്ടു. അച്ഛനുമായിട്ട് പരിചയപ്പെട്ടപ്പോഴാണ് ഞാൻ ശരിക്കും ഉറച്ചത്. 15 ദിവസം തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട്, അല്ലെങ്കിൽ ചേട്ടായിയുടെ കൂടെ കാനഡയ്ക്ക് പോകാൻ തീരുമാനം അറിയിക്കണം. ആ ചേട്ടായി അങ്ങ് തിരിച്ച് കാനഡയ്ക്ക് പോയി. അച്ഛൻ എന്നോട് പറഞ്ഞു, ക്രിസ്മസ് ഒരു കാര്യം ചെയ്യും, തൽക്കാലം കയറിക്കിടക്കാൻ ഒരു ഇടമില്ലല്ലോ, അതുകൊണ്ട് KP യോഹന്നാൻ സാറുമായിട്ട് സംസാരിക്കാൻ പറഞ്ഞു. KP സാർ അന്ന് 2000 കൃപയിലായിരുന്നു, അറിയാലോ അല്ലേ? KP സാറിന് ആലപ്പുഴ അരൂരിൽ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഒരു വർക്കുണ്ടായിരുന്നു. അവിടുത്തെ പാസ്റ്ററായിട്ട് എന്നെ നിയോഗിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ 5 വർഷം ഞാനുണ്ടായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ബിഷപ്പായത്. ഞാൻ കർത്താവ്, എൻ്റെ പൊന്നു കർത്താവേ, ഇതിനേക്കാൾ വലിയൊരു അടിമത്തത്തിൽ നിന്നാണ് നീ എന്നെ വിടിവിച്ചത്. ഞാനിപ്പോൾ എൻ്റെ അവസ്ഥ വറുചട്ടിയിൽ നിന്ന് എടുത്ത് എന്നെ എരുതിയിലിട്ട് രക്ഷിക്കണേ കർത്താവേ എന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചപ്പോഴാണ് മറ്റൊരു ദൂതനെ കർത്താവ് പരിചയപ്പെടുത്തുകയാണ്. ജോസഫ് മനക്കലച്ചൻ. പനക്കലച്ചനല്ല, മനക്കലച്ചൻ. ജോസഫ് മനക്കലച്ചൻ്റെ പ്രായം അന്ന് അച്ഛനെ കർത്താവ് വിളിച്ച് ഇറക്കുമ്പോൾ 74 വയസ്സ്. പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് ഏതെങ്കിലും ഒരു കത്തോലിക്ക പുരോഹിതൻ വന്നാൽ നാട്ടുകാർ പറയാൻ പോകുന്ന ഒരു വലിയ അപരാധ കിന്തിയുണ്ട്. എന്താണെന്നറിയാം? പെണ്ണുകെട്ടാൻ ഇറങ്ങിയതാണെന്നാണ്. എൻ്റെ ദുഷ്ട പിശാചേ, നിന്നോടൊരു ചോദ്യം. ഈ 74 വയസ്സുള്ള എല്ലാം ഉണങ്ങി ശുഷ്കാന്തി പ്രാപിച്ച ഈ മനക്കലച്ചൻ ആരെ കെട്ടാനാ ഇറങ്ങിയത്? എൻ്റെ കർത്താവിന് വേണ്ടത് പ്രായമല്ല. ബാലനായ ശമൂവേലിനെ വിളിച്ച് 90 വയസ്സുള്ള എബ്രാപ്പച്ചനെ വിളിച്ചു. കർത്താവിന് വേണ്ടത് അനുസരിക്കുന്ന ഒരു ഹൃദയമാണ്. പേടിത്തൊണ്ണ ഭീരു, നീ ഇറങ്ങി വാ എൻ്റെ കർത്താവിന് വേണ്ടി ഈ പുസ്തകം എടുത്ത് ജീവനുള്ള ദൈവത്തെ പ്രഘോഷിക്കാനായിട്ട്. ഹല്ലേലൂയ. കർത്താവിന് ഭീരുക്കളെ വേണ്ട, കർത്താവിന് ധൈര്യശാലികളെ വേണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടും കരങ്ങൾ കൊടുത്തേ. വെറുതെ പേടിച്ച് ഭീരുവായിട്ട് ഇരിക്കില്ലെന്ന് പറഞ്ഞ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന് ഭീരുക്കളെ വേണ്ട, കർത്താവിന് ധൈര്യശാലികളെ വേണ്ടത്. ഹല്ലേലൂയ. ഈ സന്ദേശം കേൾക്കുന്ന മകനെ, മകളെ, നിന്റെ ആ ഭീരുത്വം വിട്ടു മാറട്ടെ. നിന്നെ തൊടുന്നതും വിളിക്കുന്നതും ജീവനുള്ള ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സ്പർശനം ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജാക്കന്മാരെ പോലും കർത്താവ് തൊടുകയാണ്. കുവൈറ്റിലെ രാജാവിൻ്റെ മകനെ, ഹമാസിൻ്റെ തലവൻ്റെ മകനെ. ഇനി ഇതിനേക്കാൾ കൂടുതൽ ആരെ വേണം നിനക്ക്? സ്തോത്രം. അവരെല്ലാം ഇന്ന് ജീവനുള്ള ദൈവമായി യേശു ക്രിസ്തുവിനെ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ കുടുംബസ്ഥനാണ്. 2001 ഞാൻ ഒരു വിവാഹം കഴിച്ചു. എനിക്ക് ഒരു ഭാര്യയും ഒരു കുഞ്ഞുമുണ്ട്. സഭയുടെ അധ്യക്ഷൻ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനമാണ്. സ്തോത്രം. പുരോഹിതൻ വിവാഹം കഴിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. വിവാഹം എല്ലാവർക്കും മാന്യമാണ്. അതുകൊണ്ട് സ്തോത്രം. ഇപ്പോൾ ഹല്ലേലൂയ, ഏതെങ്കിലും ഒരു കത്തോലിക്ക പുരോഹിതൻ, അച്ഛാ, പൊന്നച്ഛ, അച്ഛൻ കല്യാണം കഴിക്കണം കേട്ടോ അച്ഛാ. സ്തോത്രം. എന്തിനാണെന്നറിയോ? കഴിച്ചാൽ ഈ പുസ്തകം അതിൻ്റെ ആത്മാർത്ഥയുടെ അഭിഷേകത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. വിവാഹം കഴിക്കുന്നത് ഇച്ഛിച്ചേ അല്ല, അത് അഭിഷേകമാണ്. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ പുരോഹിതൻ കന്യകയെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂന്നാണ്. എന്നാൽ അന്ത്യനാളിൽ വിവാഹത്തെ വിലക്കുന്നവർ വരുമെന്ന് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? വിവാഹത്തെ വിലക്കുകയല്ല, അതനുസരിക്കാൻ ജനത്തെ പഠിപ്പിക്കുകയാണ്. അതാദ്യം പുരോഹിതൻ ചെയ്തിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. പല അച്ഛന്മാരും രഹസ്യത്തിൽ എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട്. സ്തോത്രം. അവർക്കെല്ലാം പറഞ്ഞത്, ക്രിസ്ത്യൻ
എടാ നീ ഇത് പറയുമ്പോൾ ഇത് സത്യമാണെന്ന് മനസ്സിലാക്കുന്നത്, പക്ഷേ എടാ നിന്നെ പോലുള്ള ധൈര്യം ഞങ്ങൾക്കില്ല. മനുഷ്യരിൽ നോക്കരുത് അച്ഛാ, യു ലുക്ക് അൺടു ഹിം. ക്രിസ്തുവിലേക്ക് നോക്ക്. നമ്മൾ കർത്താവിൻ്റെ ദാസന്മാരാണ്, കർത്താവിൻ്റെ ഹല്ലേലൂയ, കർത്താവിൻ്റെ വേല ചെയ്യാനായി വിളിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. ഞാനങ്ങനെ ഇന്ന് ഒരു ഇൻഡിപെൻഡൻറ്റ് കൂട്ടായ്മയോട് ചേർന്ന് നിന്ന് ജോഷുവ ജനറേഷൻ കൂട്ടായ്മ KP യോഹന്നാനിൽ നിന്ന് മാറി ഞാനിപ്പോൾ ജോഷുവ ജനറേഷൻ കോർണർസ്റ്റോൺ ചർച്ച് എറണാകുളത്ത് വലിയൊരു കൂട്ടായ്മയുടെ പ്രത്യേകത, ഞങ്ങളെല്ലാവരും തന്നെ റോമൻ കത്തോലിക്ക സഭയിലെ ധ്യാന ഗുരുക്കന്മാരായിരുന്നു. കർത്താവിൻ്റെ തിരുവചന സത്യം പറഞ്ഞ് കർത്താവ് ഞങ്ങളെ സ്വതന്ത്രരാക്കി. എന്തൊരു വലിയ കൂട്ടായ്മ അവിടെ പനങ്ങാടെന്ന് പറയുന്ന ആ ദേശത്തുണ്ട്. നാഷണൽ ഹൈവേ തന്നെ വലിയൊരു കൂടാരമുണ്ട്. അവിടെ ഏകദേശം 2500ഓളം വിശുദ്ധർ കൂടി വന്ന് കർത്താവിനെ ആരാധിക്കുന്നു. പല സമൂഹത്തിൽ നിന്ന് വന്ന് കർത്താവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഇത് അന്ത്യകാലഘട്ടമാണ്. കർത്താവ് തൻ്റെ സഭയെ ചേർത്തുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു സഭയെ ഹല്ലേലൂയ അംഗമായെന്ന് കരുതി നീ നിത്യതയിൽ പോകില്ല. കർത്താവിനോട് ചേർന്നാൽ മാത്രമേ നീ നിത്യതയിൽ എത്തുകയുള്ളൂ. ഈ പുസ്തകം അനുസരിച്ചാൽ മാത്രമേ നീ നിന്റെ കുടുംബവും നിത്യതയിൽ ഉണ്ടാകുകയുള്ളൂ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.